ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ കത്തിക്കണോ? ഏയ്, സെമിനാർ കഴിയാൻ സമയമെടുക്കും. പിന്നെ സെമിനാർ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ. ആ, അത് നന്നായി. എന്നാ പിന്നെ വേഗം വീട്ടിലേക്കോട്ട് പരീക്ഷയ്ക്ക് പഠിക്കാലോ. അയ്യടാ, ഇന്ന് പഠിക്കാനുള്ള മൂടൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക്? വെറുതെ കോടതിയിൽ തിരക്കാണെന്നൊന്നും പറയണ്ട. ഇന്ന് കാര്യമായിട്ട് കേസൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഏയ്, കേസൊന്നുമില്ലടോ. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണമായിരുന്നു. നമുക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം എന്തെങ്കിലും നടക്കുമെന്ന് അറിയാനാ. സാരമില്ലടോ, ലോണിന്റെ കാര്യമൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും നോക്കാലോ. വീട് നാളത്തേക്ക് വാങ്ങാനൊന്നുമല്ലോ. ആ, നമുക്ക് സിനിമയ്ക്ക് പോവാം. എന്നാ വക്കീല് നേരെ തിയേറ്ററിലേക്ക് വന്നാ മതി. ഞാൻ ടിക്കറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, ബൈ. ശരി. ഞങ്ങളെ കണ്ട് ഞെട്ടിയോ? ഇവന്മാര് വീണ്ടും എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ വന്നതെന്ന് ആലോചിച്ച് പേടിച്ചു പോയോ? ഞങ്ങൾ വഴക്കൂടാനൊന്നും വന്നതല്ല. ഇവന് മുകുന്ദനെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് ഭയങ്കര വാശി. അല്ല, ഇവനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവൻ പുറത്തിറങ്ങാൻ കാരണക്കാരൻ മുകുന്ദനാണല്ലോ. എന്നെ കള്ളക്കേസിൽ അകത്താക്കിയ നിന്നെ കൊണ്ട് തന്നെ ഇവൻ എന്നെ പുറത്തിറക്കിച്ചില്ലേ? അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്കാകെ ഒരു വിഷമേ ഉള്ളൂ. മഹിമ നിന്റെ കാല് പിടിച്ചത് എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കല്ലോ മോനെ. മുകുന്ദൻ കരഞ്ഞു പോകും. നീ ഇപ്പൊ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലായിരിക്കും നീ ജീവിക്കുന്നത്. മോനെ, എനിക്കങ്ങനെ ഒരു പേടിയില്ല. നിന്റെ കളി എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. നേർക്ക് നേരെ നിന്ന് പൊരുതാൻ ചങ്കുറ്റമില്ലാത്ത നീ ഒളിച്ചും പാത്തും നിന്ന് ആളുകളെ മനസ്സ് വെച്ച് കളിക്കും. മനുഷ്യനെ കളിപ്പാവളെ പോലെ ഉപയോഗിക്കാനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം. എന്തായാലും നിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവയല്ല ഞാൻ. എടാ, ഒരു കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പ് തരാം. ഇനി നീ എന്നെയോ എൻ്റെ കുടുംബത്തെയോ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ നിന്നെ ശിക്ഷിക്കാൻ ഞാൻ കോടതി വഴിയൊന്നും ചെയ്യില്ല. നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ അങ്ങ് തട്ടും. പിന്നെ നിങ്ങളെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീർന്നല്ലോ. അതുകൊണ്ട് ഇനി മേല എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. അവൻ നമ്മളെ ഭീഷണിപ്പെടുത്താറായോ? അവൻ അങ്ങ് തീർത്തു കളഞ്ഞാലോ? ഇങ്ങനെ എടുത്തു ചാടിയോരൊന്നും ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇനി ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹമുണ്ടോ? ഇനി അവനെ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നിയമം നമ്മുടെ ഭാഗത്തായിരിക്കണം. അവര് വീട് വാങ്ങാൻ ലോൺ എടുക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ആ വകുപ്പിൽ അവനെ നമുക്ക് ഒതുക്കാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യണം. നീ അതിന്റെ പുറകെ പൊയ്ക്കോ, എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പക്ഷേ എന്റെ ശ്രദ്ധ മുഴുവനും ആ മഹിമയിലായിരിക്കും. കല്യാണം കഴിഞ്ഞപ്പോ അവൾ കൂടുതൽ ഭംഗി വെച്ചു. നീ ശ്രദ്ധിച്ചോ? ഒന്ന് പോടാ. വേണ്ടെങ്കിൽ വേണ്ട. ഭംഗി വെച്ചത്
ഗിരിയേട്ടാ ദാ. ആ, നീ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയത്? നിന്റെ കൈ പൊള്ളിയിരിക്കല്ലേ, നിനക്ക് റെസ്റ്റ് എടുത്തൂടെ? കൈക്ക് വലിയ വേദനയൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ മുഴുവനായും ഭേദവും. എന്തായാലും ഇനി പ്രസവം കഴിയുന്നവരെ വലിയ സാഹസത്തിനൊന്നും നിൽക്കണ്ട. കുഞ്ഞിനെ കുറിച്ചും ചിന്തിക്കണം. മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാമേ. സ്വപ്നയുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ട്. സഞ്ജു ഇങ്ങനെ ഒരു പണിക്കും പോകാതെ വീട്ടിലിരിക്കുമ്പോ അത് കൂടുക. കുറെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഭർത്താവല്ലേ, അനുഭവിക്കട്ടെ. എന്താ ഗിരിയേട്ടാ ഇത്? അവള് മാത്രമാണോ? അവളുടെ കുഞ്ഞും അനുഭവിക്കേണ്ടി വരില്ലേ? അതെ മോനെ, സഞ്ജു ഇങ്ങനെ മടി പിടിച്ചിരുന്നാ ശരിയാവില്ല. എനിക്ക് അതിന് ഒരു എതിരഭിപ്രായം ഇല്ലമ്മേ. പക്ഷേ ഇവനൊക്കെ ആര് ജോലി കൊടുക്കാന്? നീ വിചാരിച്ച അവന് എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലേ? അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത? ഗിരിയേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനൊരു ജോലി ശരിയാക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? പറ്റും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താ മോനെ ഇത്? പിന്നല്ലാതെ സഞ്ജുവിന്റെ കയ്യിലിരിപ്പേ എനിക്കറിയാം. എനിക്ക് പരിചയമുള്ളിടത്ത് അവന് ജോലി വാങ്ങിക്കൊടുത്താലേ അവൻ കാണിക്കുന്ന മണ്ടത്തരത്തിനൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഞാൻ നാട്ടുകാർക്കിടയിൽ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു പേരുണ്ട്. അത് സഞ്ജു കാരണം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സഞ്ജുവേട്ടനിപ്പോ അച്ഛനാവാൻ പോകുന്നതിന്റെ ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ട്. സത്യമായിട്ടും. മോളെ, നീ അവനെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടു തുടങ്ങിയത്. അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഗിരിയേട്ടാ, ഒന്നുമില്ലെങ്കിലും ഇവളുടെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും സഞ്ജുവിനൊരു അവസരം നൽകണം. സഞ്ജു നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആളുകൾക്ക് മാറിക്കൂടെ? അവന് നന്നാകാനുള്ളൊരവസരം നിനക്കൊരുക്കിക്കൂടെ? അവൻ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലമ്മേ. എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. ഞാൻ ജോലി വാങ്ങി കൊടുക്കാന്ന് തീരുമാനിച്ചാൽ തന്നെ അവൻ പോവോ? അവന് വിയർപ്പിന്റെ അസുഖമുള്ളല്ലേ? സഞ്ജുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗിരിയേട്ടൻ ജോലി ശരിയാക്കി തന്നാ മതി. ആ, ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, ശരിയാക്കണം. അവന് മാത്രമല്ല, നിനക്കും ജോലിക്ക് പോവാം. ഞാനോ? അതെ, അതിനെന്താ കുഴപ്പം? എന്തായാലും നീ പഠിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് തെളിയിച്ചല്ലോ. ജോലിക്ക് പോയി 4 കാശെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. സഞ്ജുവിനെ വിശ്വസിച്ചിരുന്നാലേ നിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഞാനിപ്പോ പ്രഗ്നന്റ് അല്ലേ, അതിന്റെ ഒരു കരുതലെങ്കിലും എന്നോട് കാണിച്ചൂടെ? പ്രസവം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനാണെങ്കിൽ ആലോചിക്കാം. കണ്ടു പഠിക്ക്. പ്രഗ്നന്റ് ആയത് മുതലെടുക്കുന്നത് കണ്ടോ? നീയൊക്കെ ഇപ്പോഴും വെറുതെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോവുക. കഷ്ടം. ഗോപാൽജിയുടെ വീട്ടില് എനിക്കൊരു സ്ഥാനം കിട്ടട്ടെ. എന്നെ നോക്കി പുച്ഛിച്ച എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും.